118 സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുക, ഞാൻ ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. ഇന്നൊരു ആത്മീക വെളിപ്പാട് കണ്ടുകൊണ്ടാണ് ഈ ദൂതിൻ്റെ വിവരണം പറയാൻ പോകുന്നത്. ജീസസ് സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുക, ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നൊരു സമയമുണ്ടായിരുന്നു. ആ സമയം ഞാൻ പിറുപിറുത്തില്ല, ഞാൻ എൻ്റെ ദൈവത്തെ വിളിക്കാൻ തുടങ്ങി. വിളിച്ചപ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയാം? അവൻ എൻ്റെ അരികിൽ വന്ന് എനിക്കൊരു വിശാലത ഒരുക്കി തന്നു. ഞാനൊരു ആത്മീക ദൂത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ തുടങ്ങുക. ആരോടും പറയാൻ കഴിയാതെ ഞെരുങ്ങി അമരുന്ന ചിലതിനെ നോക്കി ദൈവം പറയുക, താമസിയാതെ ഒരു വിശാലതയുണ്ട്. മനുഷ്യൻ തരുന്ന വിശാലതയല്ല, നിന്നെ ഞെരുക്കുന്ന ശത്രു ഇന്ന് തകരപ്പെടുകയാ. ഞാൻ ആത്മാവിനോട് കാഴ്ച കാണുക. ചില വീടിനകത്തെ ഞെരുക്കം ഞാൻ കാണുന്നു. ചിലരുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഞെരുക്കം ഞാൻ കാണുന്നു. ഒരു രീതിയിലും വളരാനും ഉയരാനും കഴിയാതെ ഞെരുക്കി അമർത്തി നിന്നെ ഒതുക്കിയിട്ടേക്കുന്നെങ്കിൽ ഇന്ന് പകൽ വിളിച്ചപേക്ഷിക്ക് ദൈവത്തെ. അവൻ നിന്റെ സമീപത്ത് വന്ന് ഒരു 3 ദൂത് ദൈവനോട് സംസാരിക്കുന്നു. ചില വീടുകൾക്കകത്ത് ഈ വിശാലത വരും. ചിലരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ വിശാലത വരും. ചിലരുടെ ആത്മീക ജീവിതത്തിൽ ഈ വിശാലത വരും. അടുത്തിരിക്കുന്ന ആളെ തൊട്ടു പറ, ഉടനെ ഒരു വിശാലതയുണ്ടെന്ന് പറ. ഓ ഹല്ലേലൂയ. നീ ഞെരുങ്ങുന്നതും ഒതുങ്ങുന്നതും കണ്ട് ചിലർ ചിരിക്കുന്നുണ്ട്. നീ ടെൻഷൻ എടുക്കണം, ആ ചിരി ഉടനെ നിൽക്കും. കാരണം ദൈവം നിന്നെ ഒരു വിശാലതയിലേക്ക് നയിക്കാൻ പോവുക. ഈ അവസ്ഥയെല്ലാം മാറാൻ പോവുക. വിശാലമായൊരു സാഹചര്യം. ഓ ഹല്ലേലൂയ. എവിടൊക്കെയോ ഇന്ന് യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിശാലത വെളിപ്പെടാൻ പോവുക. നിന്റെ സാമ്പത്തിക മേഖലയിൽ ഒരു വിശാലത, നിന്റെ കുടുംബജീവിതത്തിലൊരു വിശാലത. ഈ വർഷം മുഴുവൻ വിശാലതയുടെ വർഷമാകട്ടെ. ഇനിയും നീ അമർന്നു പോകരുത്, ഇടുങ്ങിപ്പോകരുത്, ഞെരുങ്ങിപ്പോകരുത്. എന്നോട് ദൈവം പറയുകയാണ്, വളരെ സ്മൂത്തായിട്ട് ലൈഫ് നയിക്കേണ്ട ചിലരുടെ ജീവിതത്തെ വല്ലാതെ ഞെരുക്കുക. ഇന്ന് എനിക്ക് ദൈവം ഒരു ബോധ്യം തരിക, ഞെരുക്കുന്ന ചില ശക്തികളെ ദൈവം ശാസിക്കാൻ പോവുക. ഈ ദാവീദ് ഒരിക്കൽ തൻ്റെ ജീവിതാനുഭവം എഴുതിയപ്പം 4-ാം സങ്കീർത്തനം ചമച്ച സമയത്ത് അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്ന വചനമുണ്ട്, എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ വിളിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ, ഞാൻ എവിടെ ഇരുന്നു? ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ഓ ദാവീദ് പറയാ, ഒരു കാലത്ത് ഞാൻ ഞെരുക്കത്തിലിരുന്നവനാ, പക്ഷെ എൻ്റെ ദൈവം എനിക്ക് വിശാലത തന്നു. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൈവത്തിന് സംസാരിക്കാനുണ്ട്. എന്നും ഞെരുക്കമില്ല, താമസിയാതൊരു വിശാലതയുണ്ട്. നിന്റെ സന്തതിക്കൊരു വിശാലതയുണ്ട്. നിന്റെ കുടുംബജീവിതത്തിനകത്തൊരു വിശാലതയുണ്ട്. അല്പസമയം ഈ വചനം കേൾക്കുമ്പോൾ ഒരു വിശാലത കൊതിക്കാമോ മനസ്സിൽ? എനിക്കൊരു വിശാലത ഉടനെ വേണം. എൻ്റെ കുടുംബത്തിലൊരു വിശാലത വേണം. എന്നോട് ദൈവം പറയുകയാണ്, നിന്നെ അമർത്തി ഒതുക്കി വെച്ചേക്കുന്ന പോലെ എനിക്ക് കാണുന്നൊരു കാഴ്ച പറയാം. വൃക്ഷത്തിൽ കാട്ടുവള്ളി കയറി മുഴുവൻ ചുറ്റി വരിഞ്ഞിട്ട് ആ വൃക്ഷത്തിന് ഒരിക്കലും ഫലം കായ്ക്കാത്ത അവസ്ഥയിൽ ചുറ്റി വരിഞ്ഞ കാട്ടുവള്ളികളെ ഇന്ന് നിന്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ദൈവം ചുറ്റടിച്ചിറക്കി. നീ പോലും അത്ഭുതപ്പെട്ടു പോകും, നിന്റെ ലൈഫ് ഇങ്ങനെ വിശാലമായോ. ഓ ഹല്ലേലൂയ. ദാവീദ് പറയാ, ഒരിക്കൽ ഞാൻ ഞെരുക്കത്തിലിരുന്നു, എന്നാൽ എൻ്റെ ദൈവം എന്നെ എന്ത് ചെയ്തു? വിശാലതയിലേക്ക് കൊണ്ടുവന്നു. നീ നിന്ദിക്കപ്പെട്ട വീട്ടിൽ തന്നെ ഒരു വിശാലത വരാൻ പോവാ. 4-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയാ, എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നും ഞെരുക്കത്തിലല്ല, വിശാലതയുണ്ട്. എന്നും ഞെരുക്കത്തിലല്ല. ഇപ്പൊ ചിലരൊക്കെ നിന്നെ വീടിനെ നോക്കി അടക്കം പറയുന്നുണ്ട്, തീർന്നടാ. അല്ല, ദൈവം പറയാ, ഞെരുക്കത്തിനൊരു കാലമുണ്ടെങ്കിൽ വിശാലതയ്ക്ക് ഒരു കാലമുണ്ട്. എങ്ങനെ വിശാലപ്പെടുത്താൻ? ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ അരികിൽ വന്ന്. ചിലതൊക്കെ തിരിഞ്ഞഴിയും. പൗലോസിന്റെ കയ്യെ ചുറ്റി അണലി പൗലോസ് അഴിച്ച് തീക്കകത്തിട്ടു എന്ന് പറഞ്ഞാൽ, ഇത് എൻ്റെ കയ്യെ ചുറ്റേണ്ടതല്ല, ഇത് തീയിൽ വെന്തൊതുങ്ങേണ്ടതാ. നിനക്ക് ശുശ്രൂഷ തരിക,
മാൻ നായാട്ടുകാരന്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്ക. സ്വയം ഒന്ന് വിടുവിക്കപ്പെട്ടെ, സ്വയം ഒന്ന് വിടുവിക്കപ്പെട്ടെ. ഇന്ന് നിനക്കൊരു അഭിഷേകം തരിക. മാൻ നായാട്ടുകാരന്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും വിടുവിക്കപ്പെടുന്ന പോലെ നീ നിന്നെ തന്നെ